Hi guys! ഇന്നൊരു സ്കിൻ വൈറ്റനിങ് പാക്കിൻ്റെ റെമഡി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ മുഖത്തുണ്ടാവുന്ന പാടുകളും തഴമ്പുകളും കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്തുകൊണ്ട്, എസ്പെഷ്യലി നമുക്ക് കരിമങ്കല്ലി ഉണ്ടെങ്കിൽ അതെല്ലാം നല്ല രീതിക്ക് ഫേഡ് ഔട്ട് ആവാൻ വേണ്ടിയിട്ടുള്ളൊരു അടിപൊളി പാക്കാണ്. അത് മാത്രമല്ല സ്കിന്നിനെ നന്നായിട്ട് ലൈറ്റൻ ചെയ്യും കേട്ടോ. പിന്നെ പിമ്പിൾസൊക്കെ ഉണ്ടെങ്കിൽ പിമ്പിൾസ് പോകാനായിട്ടും ഈ ഒരു റെമഡി നിങ്ങൾക്ക് നല്ല രീതിക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു റെമഡിക്ക് വേണ്ടിയിട്ട് മെയിനായിട്ട് എടുക്കുന്ന ആളെന്ന് പറയുന്നത് റെഡ് ലെൻറ്റിലാണ്, നമ്മുടെ ചുമന്ന പരിപ്പാണ് കേട്ടോ. നോർമലി ആയിട്ടുള്ള പരിപ്പല്ല, ചുമന്ന പരിപ്പാണ് എടുത്തിരിക്കുന്നത്. അത് ഞാനിവിടെ 1 അല്ലെങ്കിൽ 2 പിടി എടുത്തിട്ട് നമ്മൾ വെള്ളത്തിൽ നന്നായിട്ട് കഴുകി കുതിർക്കാൻ വെച്ചിരിക്കുകയാണ്. 24 മണിക്കൂർ നേരത്തേക്ക് ഞാനത് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം നല്ല രീതിയിൽ ഫൈനായിട്ട് അറിഞ്ഞ് കിട്ടണമെങ്കിൽ നമ്മൾ ഓവറായിട്ട് തന്നെ കുതിർക്കാനായിട്ട് വെക്കണം കേട്ടോ. പിന്നീട് നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് കൊയ്യാക്കയുടെ ഇലയാണ്, നമ്മുടെ പേരയുടെ ഇല കേട്ടോ. പേരയിലാണ് ചേർക്കുന്നത്. അത് ഇതിനകത്തേക്ക് ഒരു 4-5 നമ്മൾ ഇല മാക്സിമം തളിര ഇല തന്നെ എടുക്കാനായിട്ട് നോക്കുക. എനിക്കിപ്പോൾ ഈ ഒരു ലീഫ് കിട്ടിയതുകൊണ്ട് ഇത് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം അതിൻ്റെ ആ തളിരായിട്ടുള്ള ഇല, അതായത് പുതിയ ഇല കിളിർത്ത് വരത്തില്ലേ, ആ ഒരു ലീഫ് തന്നെ എടുക്കാനായിട്ട് നോക്കുക കേട്ടോ. അത് ഇതിനകത്തേക്ക് നമ്മൾ ആഡ് ചെയ്തിട്ട് ഒരു മിക്സി ബൗളിനകത്തിട്ട് നന്നായിട്ട് ഇത് അരച്ചു മഷി പോലെ അങ്ങ് ആക്കുകയാണ്. നിങ്ങൾക്ക് ഇതിനകത്തേക്ക് പാലോ തൈരോ അല്ലെങ്കിൽ ഇത് രണ്ടും ചേർന്നിട്ടുണ്ടെങ്കിൽ വെള്ളമൊക്കെ ആഡ് ചെയ്തിട്ട് ഇത് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ വെള്ളമൊന്നും ചേർക്കുന്നില്ല, പക്ഷേ പിന്നീട് ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമോ പാലോ ഒക്കെ തൈര് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അത് നിങ്ങളുടെ ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് നിങ്ങളങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ തൽക്കാലത്തേക്ക് വെള്ളമാണ് പിന്നീട് ചേർക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ വെള്ളം നമ്മൾ ചേർക്കുന്നില്ല. ഇത് അരച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് ടൈറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഇതിനകത്തേക്ക് അല്പം വെള്ളമോ പാലോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ രീതിക്ക് ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് ഫൈനായിട്ട് അരച്ചത് സെറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഇത് ഫേസിൽ അപ്ലൈ ചെയ്യാം. ഇതിനകത്തേക്ക് വേറെ ഒന്നും തന്നെ ആഡ് ചെയ്യേണ്ട കാര്യമില്ല, ഡയറക്റ്റായിട്ട് അങ്ങ് ഫേസിൽ അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. നല്ല ഫൈനായിട്ട് തന്നെ അറിഞ്ഞ് കിട്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് ഒരൊറ്റ നോട്ടലിൽ കണ്ടു കഴിഞ്ഞാൽ നല്ല ചമ്മന്തി കണക്കായിരിക്കും കേട്ടോ, നല്ല ചമ്മന്തി പരുവ കണക്കായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നമുക്ക് നമ്മുടെ ഫേസ് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്ത് മാക്സിമം ഒരു 20-25 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് പ്ലെയിൻ വാട്ടർ ഉപയോഗിച്ച് കഴുകിക്കളയാവുന്നതാണ് കേട്ടോ. ഇത് ആർക്കും വേണമെങ്കിൽ അപ്ലൈ ചെയ്യും. കാരണം പിമ്പിൾസിൽ ഒരുപാട് പേരുണ്ട്, അവർക്ക് ചില കാര്യങ്ങളൊന്നും അവരുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു പാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിമ്പിൾസ് ഉള്ളവർക്കും ഇത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ, അല്ലാത്തവർക്കും ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ഇന്നും പറയുന്ന പോലെ തന്നെ പാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മസ്റ്റായിട്ടും ഒരു നല്ലൊരു മോയ്സ്ചറൈസിങ് ക്രീമോ ജെല്ലോ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. ഇനി ഡ്രൈ സ്കിന്നുകാർക്ക് ഒത്തിരി ഡ്രൈനെസ് തോന്നുവാണെങ്കിൽ മാത്രം ഇതിനകത്തേക്ക് ഓയിൽ ആഡ് ചെയ്തിട്ടും അല്ലെങ്കിൽ ഗ്ലിസറിൻ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് മിക്സ് ചെയ്തിട്ടും ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. തീർച്ചയായിട്ടും എല്ലാവരും ഒരു തവണത്തേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി റിസൾട്ടാണ്. അപ്പോൾ റിസൾട്ട് കിട്ടിയതിന് ശേഷം ഈ ഒരു വീഡിയോയുടെ താഴെ വന്നിട്ട് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇനി ഒരു പുതിയ വെറൈറ്റി വീഡിയോ വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.